അവൾ വരുന്നതിന് മുമ്പായിട്ട്. ഇത് പുള്ളിക്കാരിയുടെ കട്ടിലാണ്, ഇത് പൂർത്തീകരിച്ച് തന്നു. വളരെ നല്ല തടിയായി കാണുന്ന ഈ താഴെ കാണുന്ന ആ ഒരു ചെറിയ ഒരു പീഠം ഒഴിച്ച് ആ പീഠം. നമസ്കാരം, ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സുഹൃത്തുക്കൾക്കൊക്കെ പങ്കുവെച്ച് കൊടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എൻ്റെക്ക് ഈ വീട് വെക്കാൻ വേണ്ടി എന്നെ സഹായിച്ച എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, പിന്നെ നമ്മുടെ ആ വീട് ഒന്ന് കാണിക്കണ്ടേ, ഞങ്ങളെയൊക്കെ അതിലൊന്ന് പരിചയപ്പെടുത്തണ്ടേ എന്നവരെന്നോട് എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ പിന്നെ കല്ലിൻ്റെ പണി ചെയ്തവരുണ്ട്, തടിയുടെ പണി ചെയ്തവരുണ്ട്, പ്ലംബിംഗ് വയറിങ് ചെയ്തവരുണ്ട്, ഡ്രസ് വർക്ക് ചെയ്തവരുണ്ട്. അങ്ങനെ എനിക്കൊരു നല്ലൊരു സൗഹൃദ വലയം എൻ്റെ വീടിൻ്റെ നിർമ്മാണത്തോടുകൂടി എനിക്ക് നല്ല സുഹൃത്തുക്കളുടെ ഒരു വലയം കിട്ടി. അപ്പോൾ അവരെയൊക്കെ ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നന്ദികേടായിരിക്കും. കാരണം അവരെന്നോട് അത്രമാത്രം നല്ല സൗഹൃദം പങ്കുവെച്ചവരും ഞാൻ പറയുന്ന സമയത്തിനുള്ളിൽ എനിക്ക് വീട് പണി തീർത്തു തന്നവരുമാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളും ഞാൻ ഇതിലെ ഓരോ ഭാഗങ്ങളും നിങ്ങളെ കാണിച്ചുകൊണ്ട് തന്നെ ഞാൻ അവരെ പറ്റിയുള്ള വിവരണങ്ങളും അവരുടെ ഫോൺ നമ്പറുകളും അവരുടെ അഡ്രസ്സുകളും ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്കും ഇതുപോലുള്ള വീടുകളോ ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളോ ഒക്കെ നന്നായി ചെയ്തു തരാനും ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിക്കാനും പറ്റിയവരാണ് അവരൊക്കെ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ തടിയുടെ വർക്കുകൾ കാണുമ്പോഴും കല്ലിൻ്റെ വർക്കുകളും ഒക്കെ ആയിട്ട് ഞാൻ അവരെ ഓരോരുത്തരും ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്താനുള്ള എൻ്റെ 2 സുഹൃത്തുക്കളും എൻ്റെ ഒരു കസിനും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ വീട് പണി തുടങ്ങുന്നതെന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ മക്കളുടെ ഇഷ്ടത്തിനാണ് ഞാൻ വീട് പണി പ്ലാൻ ചെയ്തത്. അവരുടെ ഇഷ്ടമായിരുന്നു വീടിൻ്റെ മോഡലും. അപ്പം അവരുടെ ഇഷ്ടത്തിനായിട്ട് വിട്ടുകൊടുത്തായിരുന്ന സിന്ധു പറഞ്ഞതനുസരിച്ച് ഞാൻ അവരുടെ ഇഷ്ടത്തിന് തന്നെ വിട്ടുകൊടുത്തത്. അപ്പോൾ അവർക്ക് നടുമുറ്റമുള്ളതും വെട്ടുകല്ല് വെച്ച് നമ്മുടെ പഴയ ചെങ്കല്ല് വെച്ച് പണിത വീടും വേണമെന്ന് അവർ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഞങ്ങളിത് ചെയ്തത്. അപ്പം അത് ചെയ്യാൻ വേണ്ട ആളും വേണമല്ലോ, അതിനെപ്പറ്റി അറിയാവുന്നതും 4 കെട്ട് നേരത്തെ പണിതിട്ടുള്ളവരൊക്കെ ആയിട്ടുള്ള കോൺട്രാക്റ്റ് വേണമല്ലോ. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തും എൻ്റെ കസിനുമായ രാജേഷ്, ഞങ്ങൾ അമ്പിളി എന്നാണ് വിളിക്കുന്നത്, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. അപ്പം രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു, രാജേഷിൻ്റെ ഒരു പഴയ സുഹൃത്തുണ്ട്, ഇപ്പോഴും സുഹൃത്ത് തന്നെയാണ്, പഴയ സുഹൃത്തല്ല, പഴയ കൂട്ടുകാരൻ. അവരൊരുമിച്ച് ITIയിലൊക്കെ പഠിച്ചത് 10-25-30 വർഷത്തിന് മുമ്പ്. അന്ന് തൊട്ട് ഇന്ന് അവരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോകുന്ന നല്ല സൗഹൃദത്തിൻ്റെ വലിയൊരു സൗഹൃദ വലയം അവർക്ക് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ആ സൗഹൃദ വലയത്തിൻ്റെ ഭാഗമായിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് അദ്ദേഹത്തോടുമായിട്ട് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്, അദ്ദേഹം പാറേപ്പള്ളി അടുത്താണ് താമസിക്കുന്നത്. അങ്ങനെ എന്നെ രാജേഷ് കൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ കൊണ്ട് പരിചയപ്പെടുത്തി. അപ്പോൾ അദ്ദേഹം കോൺട്രാക്ടറാണ്, എൻജിനീയറാണ്. അദ്ദേഹം എല്ലാ തരത്തിലുള്ള വീടുകളും ഡിസൈൻ ചെയ്ത് പണിത് നമുക്ക് താക്കോല് തരുന്ന സിസ്റ്റം വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ടോമിച്ചൻ തോമസ് എന്നാണ്. എൻ്റെ നല്ലൊരു സുഹൃത്താണ്. ഇപ്പോഴും നമ്മുടെ ഈ വീട് പണിയോടുകൂടി ഞങ്ങൾക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നല്ലൊരു സൗഹൃദ വലയം കിട്ടി ഒരുപാട് പേര്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്ന അനുസരിച്ച് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. ഇത് നമ്മുടെ വീടിൻ്റെ ചെറിയ വാതിൽ വീട്ടിലോട്ട് കയറുന്നത്. വലിയ വാതിൽ നമ്മുടെ കാർ പോർച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് വലിയ ഗേറ്റ് വന്നിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് നമ്മുടെ ചെറിയ വാതിലാണ്. ഈ ചെറിയ ഡോർ അത് തടി കൊണ്ടാണ് പണിതിരിക്കുന്നത്. അത് കാട്ടുതടി, ഇത് കമ്പകം എന്ന് പറയുന്നൊരു തടിയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അത് കിട്ടാനില്ല. അതങ്ങനെ പൊൻകുന്നത്തൊരു മില്ലിലൊരു ചെറിയ പീസ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നാണ് ഈ വാതിൽ പണിതത്. കാരണം ഇത് മഴ നനഞ്ഞാലും എന്ത് ചെയ്താലും ഈ തടി നശിച്ചു പോകത്തില്ല, അത്രമാത്രം കട്ടിയുള്ള തടിയാണ് കമ്പകം എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് നമ്മുടെ മുറ്റത്തോട്ട് കയറുക. മുറ്റത്ത് കണ്ടില്ലേ കല്ല് വിരിച്ചിരിക്കുന്നത്, ഇത് നമ്മുടെ വീടിൻ്റെ ബാക്കി വന്ന വെട്ടുകല്ലാണ്. അപ്പോൾ അത് ഞാൻ പറയാം, നമ്മുടെ വെട്ടുകല്ലിൻ്റെ പണി എനിക്ക് ചെയ്തു തന്നത് മനോജ്, വാളാഞ്ചേരിയുള്ള മനോജാണ്. മനോജിൻ്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേരുണ്ട്. മനോജിൻ്റെ സുഹൃത്തുക്കൾ സത്യന്, ശ്രീജിത്ത്, ഉണ്ണിക്കുട്ടന്, സുര, അങ്ങനെയുള്ള ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു നമ്മുടെ ഈ വീട് പണിക്ക് വേണ്ടി മനോജിൻ്റെ കൂടെ. അപ്പോൾ അത് മനോജായിരുന്നു ഇതിൻ്റെ കോൺട്രാക്ടർ എങ്കിലും അവരെല്ലാവരും നല്ലൊരു സുഹൃത്ത് വലയമായിട്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ പണി നടത്തിയത് മൊത്തം. അപ്പം മനോജ് പണിത കല്ലിൻ്റെ പണി ഇവിടെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. കാരണം അത്ര ഫിനിഷിങ് വർക്കുണ്ടായിരുന്നു പണികൾക്കൊക്കെ. നല്ല ഒരു ചെങ്കല്ലിൻ്റെ പണിക്കാരനാണ് മനോജിൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ.
അവരെല്ലാവരും വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് നമ്മുടെ വീടിൻ്റെ പണി ചെയ്തത്. കാരണം അവരിത് മാത്രമാണ് ചെയ്യുന്നത്. വേറെ ഒരു കല്ലിൻ്റെയും പണി വേറെ ഒരു വർക്കുകളും അവർക്കില്ല. ഈ മേളത്തെ ഇതൊക്കെ നല്ല മേളത്തെ ഇതേ കണ്ടല്ലേ, മേളിലൊരു അരഞ്ഞാണം, അതൊക്കെ മനോജിൻ്റെ ഇഷ്ടത്തിന് നൽകിയതാണ്. നമ്മുടെ ഈ ഭാഗത്തോട്ടൊന്നും ഇങ്ങനെയുള്ള വർക്കില്ലല്ലോ. കൂടുതലും കണ്ണൂർ അവിടെയൊക്കെ അല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം, തൃശ്ശൂരിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇതൊരു അത്ഭുതം തന്നെ, ഇങ്ങനത്തെ ഒരു വീട്. വെട്ടുകല്ല് കൊണ്ടുള്ള വീടെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഭയങ്കര തണുപ്പല്ലേ, വീടിനകത്ത് ഭയങ്കര തണുപ്പ്. അദ്ദേഹം കണ്ടില്ലേ അതിൻ്റെ ഡിസൈനുകൾ, ജനലിൻ്റെ ഡിസൈൻ. ഫ്രണ്ടിൽ അദ്ദേഹം വേറെ വലിയ ഡിസൈനുകളൊന്നും ചെയ്തില്ല. ജനലിന് കൂടുതലായിട്ട് ഡിസൈൻ ഒന്നും ഇല്ല. ഇതിൻ്റെ സൈഡിലാണ് അദ്ദേഹം ഡിസൈൻ കൊടുത്തത്. അതുകൊണ്ട് അതിൻ്റെ മേളിൽ ഒരു കല്ല് കണ്ടോ നിങ്ങൾ? ഞാൻ ആ കല്ലൊന്ന് കാണിച്ചു തരാം. ഇതേ കണ്ടോ, അതവർ ചെയ്യുന്ന എന്തോ അവർ ആണിക്കല്ലെന്ന് അതിന് പറയുന്നത്. ഇതേ കാണാമോ, ആ കാണുന്ന ഒരു കല്ല് കണ്ടോ? അത് വീടിനെ ഉറപ്പിക്കാൻ വേണ്ടി, കല്ലിനെ ഉറപ്പിക്കാൻ വേണ്ടി അവർ ചെയ്യുന്ന ആണിക്കല്ലെന്ന് അതിന് പറയുന്നത്. വേറൊരു മോഡലാണ് കണ്ടോ. അങ്ങനെയുള്ള നല്ല മനോഹരമായ രീതിയിലാണ് മനോജ് ഈ കല്ലിൻ്റെ വർക്ക് ചെയ്ത്. അപ്പോൾ നമ്മുടെ അങ്ങേ സൈഡിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേ സൈഡിൽ പിന്നെ ജനലിൻ്റെ ഡിസൈനുകൾ നമുക്കൊന്ന് കാണാം. അതേപോലെ തന്നെ ഈ ടൈലിൻ്റെ വർക്ക് കണ്ടില്ലേ, ഇത് നല്ല വർക്കാണ്. നല്ല വൃത്തിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ പേര് ധനീഷ് എന്നാണ്. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ധനീഷ് പണിയെല്ലാം എനിക്ക് ചെയ്തു തന്നത്. അപ്പം ഞാൻ ഇവരുടെ എല്ലാം കോൺടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമേ. അപ്പം നിങ്ങൾ അതിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള വർക്കൊക്കെ ഉണ്ട്, അവർ ചെയ്തു തരും. ഇത് നമ്മുടെ വീടിൻ്റെ തെക്ക് വശമാണ്. ഇത് ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ സൈഡിലെ ജനലിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഇത് വേറൊരു ഡിസൈനാണ് കേട്ടോ. ഇതെല്ലാം മനോജിൻ്റെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുകൊടുത്ത് മനോജ് ചെയ്തതാണ്. അതുപോലെ തന്നെ കല്ലാണെങ്കിലും അവർ ഒരേ സൈസിലുള്ള, ഒരേ പണയിലെ ഒരേ സൈസിലുള്ള കല്ലുകൾ പ്രത്യേകം തിരിഞ്ഞാണ് അവർ വെച്ചത്. ഓരോ ഭിത്തിക്കും ഓരോ ടൈപ്പിലെ കല്ലുകൾ തിരിഞ്ഞാണ് വെച്ചത്. നമ്മുടെ മുൻവശത്തെ തൂണുകളെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് നമ്മുടെ പണിക്കേഴ്സ് എന്ന് പറയുന്നൊരു ക്ഷേത്രം നിർമ്മിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട് ചെങ്ങന്നൂർ. അവർ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, കേരളം മാത്രമല്ല തമിഴ്നാട്ടിൽ, അത് വിദേശത്തേക്ക്, അമേരിക്കയ്ക്കൊക്കെ ഇവിടുന്ന് കല്ലിൽ കൊത്തിയെടുത്ത് അവരിവിടുന്ന് ഷിപ്പിംഗ് ചെയ്യുന്നുണ്ട്. അവരാണ് നമ്മുടെ വീടിൻ്റെ തൂണ് പണിത് തന്നത്. ഇത് അവർ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്ന കല്ലായിരുന്നു. അതിനോടൊപ്പം തന്നെ പണി നടന്നപ്പോൾ എനിക്കും കുത്തി തന്ന 10 തൂണുകളാണ്. ഇത് കൃഷ്ണശിലയാണ്. ഇവർ നാഗർകോവിലിൽ നിന്ന് കൊണ്ടുവന്ന കല്ലായത്. ഇത് 2 പീസാണ്. ഇത് താഴത്തെ പീഠം 1, തൂണൊന്ന്, മേളത്തെ പീഠം 1. ഈ മുഖപ്പ് എനിക്ക് നമ്മുടെ വീടിൻ്റെ തണിപ്പടികൾ ചെയ്ത അനീഷിൻ്റെ അനുജൻ ചന്തു കൊത്തിയതാണ് ഈ കാണുന്ന മുഖപ്പ്. അപ്പോൾ ഈ മുഖപ്പിനൊക്കെ അവർ കണക്കുണ്ടത്രേ, ഇത്ര കോല് എന്നൊക്കെയുള്ള കണക്കുണ്ട് മുഖപ്പിന്. അപ്പോൾ നമ്മുടെ വീട് പണി കഴിച്ച് പാലുകാച്ച് നടത്തി വീടിന് കല്ലിട്ട ആ ദിവസമാണ് ഈ കൊടുത്തിരിക്കുന്നത്. 1198 മകരം 2 അന്നായിരുന്നു നമ്മുടെ വീടിന് കല്ലിട്ടത്. ഇത് ചന്തു കൊത്തിയതാണ് നമ്മുടെ വീടിൻ്റെ ഈ മെയിൻ വാതിൽ. അപ്പോൾ ഈ മെയിൻ വാതിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെയിൻ വാതിലും കട്ടിളയും എല്ലാം കൂടി മൊത്തം 5 തടികൾ, പഞ്ചവൃക്ഷത്തിൻ്റെ തടികളാണ് ഈ വാതിലിന് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പിന്നെ നമ്മുടെ വാസ്തുവല്ല, ഇത് തമിഴ്നാടിൻ്റെ വാസ്തുവാണ്. അവരുടെ കണക്കനുസരിച്ചാണ് ഈ കട്ടിളയും കതവും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 5 വൃക്ഷങ്ങളുടെ തടിയാണ് നമ്മുടെ ഈ കട്ടിളയ്ക്കായി വാതിലിനുമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മച്ചാണ്. അപ്പോൾ ഈ മച്ച് അതെല്ലാം അവരുടെ വർക്കായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പഴയ മാതിരി തന്നെയുള്ള മച്ച് വേണം. കാരണം ഇവിടെ കിടക്കുന്നത് 10, 85, 90 വർഷം പഴക്കമുള്ളൊരു ഫാനായി കിടക്കുന്നത്. അപ്പോൾ ഈ ഫാന് നമുക്ക് നമ്മുടെ സാധാ റെഗുലേറ്റർ ഫാൻ കറങ്ങത്തില്ല, കാരണം റെഗുലേറ്റർ കത്തിപ്പോവും. അതിനുവേണ്ടി സ്വിച്ചിൽ നിന്ന് ഡയറക്റ്റാണ് ഇപ്പോൾ ആ ഫാൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലൊരു ഫാനിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക അതായത് ഇവിടെ ഇടാനായിട്ട്. മച്ച് കണ്ടില്ലേ, ഇതെല്ലാം അനീഷിൻ്റെ വർക്കുകളാണ്. നമ്മുടെ ജനലിൻ്റെ എല്ലാം കളർ ഗ്ലാസ് നമ്മുടെ ഇവിടെ കിട്ടാനില്ലായിരുന്നു. അങ്ങനെ അനീഷ് അറേഞ്ച് ചെയ്ത് തന്നാണ് എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടുന്നു. ഇത് ഞാൻ 2011 ഞാൻ കൈലാസ പരിക്രമത്തിന് പോയിരുന്നു. അപ്പോൾ ആ കൈലാസ പരിക്രമം ഞാൻ 3 ദിവസം കൊണ്ട് ഞാൻ പൂർത്തീകരിച്ച് 52 കിലോമീറ്റർ. മനസരോവറിൽ നിന്നും നമ്മൾ തിരിച്ച്
തിരിച്ച് മാനസരോവറിൽ എത്തുമ്പോഴത്തേന് 52 കിലോമീറ്റർ വരും. അത് 3 ദിവസം കൊണ്ടാണ് ഞാൻ പരിക്രമം പൂർത്തീകരിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തന്ന അവാർഡായി കാണുന്നത്. ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങളെല്ലാവരും മക്കളും ഞങ്ങളെല്ലാവരും ഗണപതി ഭഗവാന്റെ ഭക്തരാണ്. ഈ ഗണപതി ഭഗവാനെ കണ്ടോ? ഇത് എൻ്റെ സുഹൃത്ത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എരുമേലി അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയ മറ്റേ ഹരിദാസിനെ, എൻ്റെ കൂടെ ഉണ്ടായത് എൻ്റെ സുഹൃത്ത്. അദ്ദേഹം എനിക്ക് ഒറ്റത്തടിയെ കുത്തി തന്നതാണ് ഈ കാണുന്ന ഗണപതി ഭഗവാൻ. ഒറ്റത്തടിയായി കാണുന്ന ഈ താഴെ കാണുന്ന ആ ഒരു ചെറിയ ഒരു പീഠം ഒഴിച്ച്, ആ പീഠം ഒഴിച്ച് ബാക്കി കാണുന്ന മൊത്തം ഒറ്റത്തടിയാണ് അദ്ദേഹം കുത്തിയതാണ്. അദ്ദേഹത്തിലെ അത് നമ്മുടെ വീട്ടിൽ നിന്ന് തിരിച്ച് നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോഴും അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്, വീട്ടിലോട്ട് കയറുമ്പോഴും അദ്ദേഹത്തെ കണ്ടുകൊണ്ടാണ് നമ്മൾ കയറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മണി, നമ്മുടെ വീട്ടിൽ കിടക്കുന്ന മണിയേലും ഗണപതി ഭഗവാനാണ്. കാണാമല്ലോ അല്ലേ? കട്ടള വെച്ചത്, നമ്മുടെ വീടിൻ്റെ കട്ടള വെച്ചത് ഞാൻ മുമ്പേ നിങ്ങൾ പറഞ്ഞ നമ്മുടെ ഹരിദാസാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ തടിയുടെ പണി പകുതിയോളം ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഉണ്ട് അദ്ദേഹത്തിന് പയ്യന്നൂരോ പെരുമ്പാവൂരോ ഒരു ക്ഷേത്രത്തിൻ്റെ വർക്കിനായിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ബാക്കിയുള്ള ജനലും കഥകളുടെയൊക്കെ പണികൾ ചെയ്യാൻ നമുക്ക് വരാൻ സാധിച്ചില്ല. അത് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പറഞ്ഞ അനീഷ്, അദ്ദേഹം പത്തനാപുരത്താണ് സ്ഥലം. അദ്ദേഹവും അനിയനും സുഹൃത്തുക്കളും അവരെല്ലാവരും കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടെ വന്നാണ് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു തന്നത്. ഇത് നമ്മുടെ കഥകിൻ്റെ അകവശമാണ്. നമ്മുടെ പഴയ കുറ്റിയും ഇന്ന് സാക്ഷ എന്ന് പറയുന്ന അതാണ് ഈ കാണുന്നത്. ഇതെല്ലാം ചന്തുവിൻ്റെ കൈപ്പണിയാണ്. അപ്പോൾ ഈ വാതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ നിസ്സാരമായിട്ടല്ല, ഒറ്റ പലകയാണ്, തേക്കിൻ്റെ പലക. ഇതിൻ്റെ കനം കണ്ടോ? 3 ഇഞ്ചാണ് ഈ പലകയുടെ കനം. അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ജാവിരിയാണ് ഇതിന് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം അവരുടെ ഡിസൈനാണ്. അവർ ചെയ്തപ്പോൾ പറഞ്ഞതാണ് ഈ രീതിയിലെല്ലാം അവർ പറഞ്ഞതനുസരിച്ച് അതിൻ്റെ പലകയൊക്കെ അറുത്തത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ടുള്ള വലിയ ഇഞ്ചസായിന് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ കഥ നിൽക്കത്തില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ? നമ്മുടെ ഈ TV കബോർഡെല്ലാം പണിത് അനീഷാണ്. TV കബോർഡ് കണ്ടില്ലേ? അതെല്ലാം നമ്മുടെ ഗണപതി ഭഗവാന്മാരെയൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ അകത്തെ വീടിൻ്റെ കൽപ്പണിയും ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഇതെല്ലാം ഇത് കണ്ടില്ലേ? മനോജിൻ്റെ പണികളാണ്. കട്ടളയുടെയും ഭിത്തിയുടെയൊക്കെ സൈഡുകളൊക്കെ അവർ നല്ല ഉരുട്ടിയാണ് എടുത്തിരിക്കുന്നത്. പോയിൻ്റല്ല, നല്ല ഉരുട്ടി ചെയ്തിരിക്കുന്നത്. കാരണം തട്ടുകയും മുട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് അടന്നു പോകാനൊന്നും പാടില്ല. ആ രീതിയിൽ അവർ നല്ല വൃത്തിയായിട്ടാണ് ആ സൈഡെല്ലാം ചെയ്തിരിക്കുന്നത്. മേവശമൊക്കെ ഭിത്തിയെല്ലാം. അപ്പം ഇതിൻ്റെ ഈ കല്ലിൻ്റെ ഹോളുകളൊന്നും അവർ അടച്ചിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞത് നാച്ചുറലായിട്ട് തന്നെ ഇരിക്കണം. ഇത് ചെങ്കല്ലല്ലേ, അപ്പോൾ അതിൻ്റെ ഹോൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതൊന്നും ചെയ്യരുത്. അങ്ങനെ നമ്മൾ ഹോൾസൊക്കെ അടയ്ക്കാനാണെങ്കിൽ പിന്നെ അത് ഗ്ലാഡിൻ്റെ അതിൽ പോലെ ആയി പോകത്തില്ലേ. അപ്പം അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ആ ഒറിജിനാലിറ്റിയോടുകൂടി തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വരെ ഞങ്ങൾ തേച്ചിട്ടില്ല. അപ്പോൾ അങ്ങോട്ട് വരുന്ന ഞങ്ങളുടെ കോമൺ ബാത്റൂമിൻ്റെ ഭാഗത്തോട്ട് വരുന്ന ഭാഗമല്ല അവിടെ അങ്ങോട്ട് ഭിത്തി തേച്ചിട്ടുണ്ട്. ഇവിടെ വരെ തേച്ചിട്ടില്ല. ഇത് ഞങ്ങളുടെ കോമൺ ബാത്റൂമാണ്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ഭാഗത്ത് ഈ കാണുന്ന ഇത് കണ്ടോ, ഇത് ശിലയാണ്, അല്ലാതെ നമ്മുടെ ക്ലേയോ മറ്റു കാര്യങ്ങളോ ഒന്നുമല്ല. ഒറിജിനൽ കല്ലിൽ കൊത്തിയെടുത്ത വാഷ് ബേസിനാണ്. ഇതും എനിക്ക് നമ്മുടെ വീടിൻ്റെ തൂണ് കൊത്തിത്തന്ന അവരെനിക്ക് ചെയ്തു തന്നതാണ്, അവരുടെ ഗിഫ്റ്റായിട്ട്. ഭയങ്കര രസം അത് കാണാൻ. നമുക്കിതേ കാണുന്നതല്ല, ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന അളവിലുള്ള വിഗ്രഹങ്ങൾ വെക്കാനാണെന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് അന്വേഷിച്ച് പണിത് തന്നതാണ്. ഇപ്പോൾ എനിക്കിപ്പം വിഗ്രഹങ്ങളിപ്പം വെക്കാനില്ല, സ്ഥലമൊക്കെ ഷോയ്ക്കകത്ത് ഒരുപാട് സ്ഥലം കാര്യമായി കിടക്കുക. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലൊക്കെ ഗണപതി ഭാവം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നാൽ ഞാനത് സൂക്ഷിച്ചോളാം. ഇത് ഞങ്ങളുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പം ഇത് നിങ്ങൾ കണ്ടല്ലോ, ഇപ്പോൾ അത് അടച്ചിട്ടിരിക്കുക. ഞങ്ങളുടെ റൂമല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അടച്ചിട്ടിരിക്കുന്നത്. തറയൊക്കെ ഞാൻ കാണിച്ചു തരാം. തറയെപ്പറ്റിയൊക്കെ പറയാം നമുക്ക്. ഇത് നമ്മുടെ പഴയ വീടുകളുടെ രീതി തന്നെ കണ്ടില്ലേ? മുയൽ, ഇതിന് ഡിസൈന് പറയുന്നത് എന്തോ മുയൽ ചെവിയെന്നോ അങ്ങനെ എന്തോ ഈ കഥയിലെ ഡിസൈന് പറയുന്നത്. നമ്മുടെ പഴയ 2 പാളി. നമ്മുടെ ഇതിന് പറയുന്നത് ഈ വെക്കുന്ന പടിക്ക് പറയുന്നൊരു പേരുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇത് മോൻ്റെ റൂമാണ്. അപ്പോൾ പുള്ളിയുടെ ഇഷ്ടത്തിന് പണിത്. അപ്പോൾ ഈ റൂം നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ റൂം ഇതാണ്. പുള്ളിയുടെ ഇഷ്ടം, പുള്ളിക്ക് ഇത്ര വലിപ്പം വേണമെന്ന് പറഞ്ഞാൽ ആ വലിപ്പം അനുസരിച്ച് പണിഞ്ഞിരിക്കുക. ഇതപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് ടേബിൾ. അപ്പോൾ അതിനകത്ത് ഇപ്പം ഓരോ പാക്കറ്റിനകത്ത് ഇപ്പം സുന്ദരൻ്റെ ഓരോ ഡ്രസ്സുകൾ വെച്ചിരിക്കുക. മോള
മോള് സംഗീത പ്രേമിയായിരുന്നു, ഒരുപാട് കച്ചേരികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ മോളുടെ റൂമിലോട്ട് നമുക്കൊന്ന് കയറാമേ. പുള്ളിക്കാരിയുടെ റൂമെല്ലാം പുള്ളിക്കാരിയുടെ സ്വന്തം ഇഷ്ടത്തിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് കണ്ടില്ലേ, തറയെ കണ്ടില്ലേ. അപ്പോൾ നീല ഓക്സൈഡ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടെ നീല ഓക്സൈഡ് കിട്ടാനില്ല, ഇവിടെ റെഡും ബ്ലാക്കും ഒക്കെ ഉള്ളു. അങ്ങനെ ഇത് പൂണ്ടിച്ചേരിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെ അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഉപയോഗിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് ഇതിനകത്ത് ചെറിയ അത്രമാത്രം ഇത് പോളിഷ് ചെയ്തില്ല. വെളിവശം പോളിഷ് ചെയ്തിട്ടുള്ളൂ, ഇനി ഒന്നുകൂടെ ചെയ്യണം അവൾ വരുന്നതിന് മുമ്പായിട്ട്. ഇത് പുള്ളിക്കാരിയുടെ കട്ടിലാണ്, ഇത് പുള്ളിക്കാരിയുടെ ഡിസൈനായിരുന്നു. പുള്ളിക്കാരുടെ ഇഷ്ടത്തിന് ഡിസൈൻ ചെയ്തു. പുള്ളിക്കാരി ഭയങ്കര വായനാശീലമുള്ള ഒരാളാണ്. കുഞ്ഞുനാളിൽ തൊട്ടേ പഴയ ഡൈജസ്റ്റും ബാലരമയും അങ്ങനെയുള്ള ആ ഒരു സാധനങ്ങളൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. അത് കംപ്ലീറ്റ് ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. പഴയ ഡൈജസ്റ്റൊക്കെ ഇരിക്കുന്നതാണ്, ഇവിടെ കാണിച്ചറിയാം. അങ്ങനെ പുള്ളിക്കാരിയുടെ ബുക്കുകൾ ഇനിയും വെക്കാൻ ഒരുപാടുണ്ട്. അതൊന്നും വെക്കാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് മോൻ്റെയാണ് കീബോർഡ്. മോനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ ഭയങ്കര സംഗീതത്തോട് വളരെ ഇഷ്ടമുള്ളവരാണ്. പുള്ളി സ്വന്തമായിട്ടൊക്കെ ഗാനങ്ങളൊക്കെ കമ്പോസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് മോൻ പഠിക്കാനായിട്ട് വിദേശത്തേക്ക് പോയത്. ഇത് യമഹയുടെയാണ്. ഇതാ മോളുടെ കൂട്ടുകാരിയാണ്. മോളുടെ ബർത്ത്ഡേക്ക് കൂട്ടുകാരി കൊടുത്ത ഗിഫ്റ്റായത്. അവർ തമ്മിൽ 4ാം ക്ലാസ്സായിട്ട് ഒരുമിച്ച് പഠിച്ചതാണ്, +2 വരെ. നവമി ഭയങ്കര സൗഹൃദമാണ് രണ്ടുപേരും. എൻ്റെ മോളെ ബാക്കിയുള്ള ബുക്കുകളാണ് ഈ ഇരിക്കുന്ന മൊത്തം. ഒരുപാട് ബുക്കുകളും ആൽബങ്ങളും കുറേ ആൽബങ്ങളുണ്ട്. ഇത് ഡ്രസ്സിങ് ടേബിളും ചെസ്സ് കളിക്കുന്ന പുള്ളിക്കാരിയുടെ ബോർഡുകൾ. ക്യാരംസ് ബോർഡ് കളിക്കുന്നത്. ഇവിടെ പിന്നെ പുള്ളിക്കാരിയുടെ വേറൊരു ഫോട്ടോ ഇരിപ്പുണ്ട്. ഒരാൾ കുത്തി കൊടുത്ത പുള്ളി വലിയ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ അതിനേറ്റം നമ്മുടെ ഗുരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫോട്ടോ കുത്തിയെടുത്തത് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? കണ്ടില്ലേ? നല്ല നമ്മളെ തടിയെ കുത്തി വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പോളിഷും ചെയ്തിട്ടില്ല, തേക്കിൻ്റെ പലകയെ കുത്തിയതാണ്. അപ്പോൾ ഈ കൊത്തിയ ആളിനെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതെല്ലാം നമ്മുടെ ഈ തടിയുടെ പണിയെല്ലാം അനീഷിൻ്റെ പണികളാണ്. ഇത് ഞങ്ങളുടെ ഗണപതി ഭഗവാന്റെ ഒരു കളക്ഷൻ്റെ ഭാഗമാണ്. ഈ കാണുന്ന ഗണപതി ഭഗവാനെ നിങ്ങൾ കണ്ടോ? ഈ തടിയിൽ കാണുന്നത് ഇത് തടിയാണ്. അപ്പോൾ ഈ തടി ഇത് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പത്രങ്ങളിലും യൂട്യൂബിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയകളിലൊക്കെ ഇത് ഒരുപാട് നിറഞ്ഞു നിന്നതാണ് ഈ ഗണപതി ഭഗവാൻ. അതായത് സുനിത വില്യംസ് സ്പേസിൽ പോയ സമയത്ത് പുള്ളിക്കാരി കൊണ്ടുപോയത്, ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ ഒരേ ഒരു വസ്തു ഇതാണ്, ഗണപതി ഭഗവാന്റെ ഈ വിഗ്രഹമാണ്, ഈ മോഡലിലുള്ളത്. നിങ്ങളല്ലേ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇത് ഞങ്ങളുടെ മൂത്ത ആളാണ്, മോളാണ് ഇളയത്. അപ്പോൾ പുള്ളി ഭയങ്കര ഡ്രൈവിങ്ങിനൊക്കെ ഭയങ്കര ഓഫ് റോഡും ജംഗിൾ സവാരിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സ്ഥലത്ത് പോയപ്പോഴുള്ള ഫോട്ടോസാണ് ഇത് കാണുന്നതൊക്കെ. ഇത് നമ്മുടെ വീടിൻ്റെ നടുമുറ്റമാണ്. അപ്പോൾ ഈ കാണുന്ന 4 തൂണും ഒറിജിനൽ കൃഷ്ണശിലേൻ്റെ നിറം കണ്ടില്ലേ, കറുത്ത കളറാണ്. ഇതും എനിക്ക് അവരാണ് കൊത്തിത്തന്നത്. അപ്പോൾ ഇത് നല്ല രസമാണ്. അതിൻ്റെ കല്ലിൻ്റെ ഡിസൈൻ നല്ല രസമുള്ളൊരു ഡിസൈനാണ്, കണ്ടില്ലേ? ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന ഡിസൈനാണ്. ഇത് നമ്മുടെ വീടിൻ്റെ തറയാണ്. ഇത് ഓക്സൈഡായിട്ടിരിക്കുന്നത്. നമ്മൾ ഗ്രാനൈറ്റോ ടൈലും ഒന്നും നമ്മൾ വീടിനകത്തിട്ടില്ല. അപ്പോൾ ഈ ഓക്സൈഡിന് ഒരുപാട് പ്രത്യേകത ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് നടുവേദന എടുക്കത്തില്ല, മൈഗ്രെയിൻ വരത്തില്ല, പൂറ്റി വിണ്ട് കീറത്തില്ല, ഇങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങൾ ഈ ഓക്സൈഡിനുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മുടെ പഴയ 2 ക്ലോക്കാണ്. ഒന്നും ഞാൻ വാങ്ങിയത്, ഒന്നും എൻ്റെ മോളുടെ കൂട്ടുകാരി നവമി വീടിൻ്റെ പാലുകാച്ചിന് തന്നതാണ് ഒരു ക്ലോക്ക്. ഞാൻ സമയത്തിനൊന്നും അത് കീ കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ അത് ഓടാതിരിക്കുക. ഞങ്ങളുടെ കിച്ചണാണ്, ഇത് ഓപ്പൺ കിച്ചനാണ്. അപ്പോൾ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഞങ്ങളപ്പോൾ ഇവിടെ ഇരുന്ന ഭക്ഷണം കഴിക്കുന്നത്. അതിന് വേണ്ടി ഞങ്ങൾ അതൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതല്ലേ. സിന്ധുവിൻ്റെ കിച്ചനകത്തേക്ക് നമുക്കൊന്ന് കയറാം. ഇത് ഞങ്ങളുടെ കിച്ചനും വർക്ക് ഏരിയയും എല്ലാം കൂടിയാണ്. നമ്മുടെ വീടിൻ്റെ ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്കുകളൊക്കെ ചെയ്തു തന്നൊക്കെ എൻ്റെ സുഹൃത്ത് ശ്രീജിത്താണ്. അദ്ദേഹം ചങ്ങനാശ്ശേരിത്താരൻ തന്നെയാണ്, ചങ്ങനാശ്ശേരി പുഴവാതിലാണ് താമസിക്കുന്നത്. നല്ല വർക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ, നല്ല ക്വാളിറ്റി ഉള്ളതും. പിന്നെ പറഞ്ഞു തീരുന്ന സമയത്തിനുള്ളിൽ തന്നെ എല്ലാ പണികളെല്ലാം അവർ പൂർത്തീകരിച്ച് തന്നു. വളരെ നല്ല
ഉത്തരവാദിത്തോടു കൂടി തന്നെ അവരെ പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്നത് എല്ലാ പണികളും. എന്ത് കാര്യങ്ങളായാലും നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ നമുക്കവർ നല്ല ഐഡിയ പറഞ്ഞു തരും. അങ്ങനെ ആയിരുന്നു ശ്രീജിത്തിൻ്റെ വർക്ക്. ശ്രീജിത്ത് നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു ഇലക്ട്രിക്കൽ പമ്പിങ്ങിൻ്റെ കാര്യത്തിനൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് പരിചയപ്പെടുത്താനുള്ള ഒരാളെയാണ്, അതായത് നമ്മുടെ വീടിൻ്റെ ഡ്രസ് വർക്ക് ചെയ്ത ഷിജു. അപ്പോൾ ഷിജുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന എൻ്റെ ഒരു നല്ലൊരു സുഹൃത്താണ്. അപ്പോൾ കാരണം നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഡ്രസ് വർക്ക് ഉണ്ടോ, ഒരു മില്ലിമീറ്റർ പോലും വ്യത്യാസമില്ലാതെ അത്ര അളന്ന് കുറിച്ച് തിട്ടത്തോടു കൂടി തന്നെയാണ് വീടിൻ്റെ മൊത്തം ഡ്രസ് വർക്ക് അദ്ദേഹം എനിക്ക് ചെയ്തു തന്നത്. അതുപോലെ തന്നെ നമുക്ക് വീടിന് മറ്റ് ചെറിയ വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വിളിച്ച് വന്ന് എനിക്കതെല്ലാം ചെയ്തു തരും. ചെറിയ ഒരു വർക്കാണെങ്കിൽ പോലും, ചെറിയൊരു പണിയാണെങ്കിൽ പോലും വന്നത് എനിക്ക് ചെയ്തു തരും. നമ്മുടെ നടുമുറ്റത്തിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ എല്ലാ തോതും ഒത്തൊരുമിച്ച് നല്ല വൃത്തിയായിട്ട് അദ്ദേഹം എനിക്ക് ചെയ്തു തന്നു. അപ്പോൾ നമുക്കതിൻ്റെ വെളിവശം കൂടി ഒന്ന് കാണാം. ഒരുപാട് വർക്കുണ്ടായിരുന്നു. ഇത് നമ്മുടെ മുകളിൽ നിന്ന് താപ്പോട്ട് ഇറങ്ങി വന്നിരിക്കുന്ന കൂരയാണ്. ആ കൂരയുടെ അകത്തുള്ള സീലിങ്ങോടായി ഇട്ടിരിക്കുന്നത്. ആ സീലിങ്ങോട് ഇട്ടിരിക്കുന്നതിൻ്റെ പണികൾ നമ്മുടെ ഗ്രില്ല്, നമ്മുടെ കിളിക്കൂട്, നമ്മുടെ കാർ പോർച്ച്, ഇതെല്ലാം ഷിജുവിൻ്റെ വർക്കാണ്. ഷിജുവിൻ്റെ ഫോൺ നമ്പരും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്യാനോ മറ്റുള്ള വർക്കുകളോ കാർ പോർച്ചുകളോ കിളിക്കൂടുകളോ ഒക്കെ പണിയാനുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ മാന്യമായ റേറ്റിൽ പണി ചെയ്തു തരും. ഈ മതിലിൻ്റെയൊക്കെ പണി കണ്ടോ, എല്ലാം മനോജ് തന്നെ ചെയ്തതാണ്. എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ മനോജ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റിലിടണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്.